ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുടുംബം എന്നത് നമുക്കൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്, അനുഭവമാണ്. സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്ന വ്യവസ്ഥിതിയാണ്. ഏറ്റവും മനോഹരമായ, സുതാര്യമായ, സത്യസന്ധമായ നല്ല ഒരു ജീവിതത്തിന് കുടുംബം വളരെ ആവശ്യമുള്ളതായിട്ട് അതാർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുടുംബം തന്നെ വേണ്ട, വിവാഹ ജീവിതം വേണ്ട, അതൊന്നും ശരിയല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് മാറി ചിന്തിക്കുന്ന കുറേ സ്വതന്ത്ര വ്യക്തികളും കുറേ സംഘടനകളും അസോസിയേഷനുകളും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യുക്തിയുള്ളവരെന്ന് പറയുന്ന യുക്തിവാദികൾ, അതേപോലെ തന്നെ ദൈവമില്ല, അള്ളാഹുവില്ല എന്ന് പറയാൻ, അതിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി കുറേ മനുഷ്യർ, അവർക്ക് ഇരിപ്പിടമൊരുക്കാൻ, അവർക്ക് അധികാരത്തിൻ്റെ കസാര ഒരുക്കാൻ കുറേ സംഘടനകളും, അവരുടെ പ്രചോദനങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ മോട്ടിവേഷനുകളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബം അനിവാര്യമാണ്, കുടുംബ വ്യവസ്ഥ നല്ലതാണ്, അത് വേണ്ടതാണ്, അത് ജീവിതത്തിന് സമാധാനമാണ്, സന്തോഷമാണ് നൽകുക എന്നുള്ളത് സംസാരിക്കാൻ വേണ്ടി നാം വേദി ഒരുക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ സംസാരത്തിൻ്റെ പ്രസക്തി തന്നെ ഉണ്ടാവുന്നത്. ഇതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ കുടുംബം വേണോ വേണ്ടേ എന്നൊരു ചർച്ച തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ കുടുംബം വേണ്ട എന്നൊരു ചർച്ചയില്ല. അതുകൊണ്ട് തന്നെ കുടുംബം വേണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നാം ഓരോരുത്തരും കുടുംബ വ്യവസ്ഥയിലൂടെ നമ്മുടെ ഉപ്പയായി, ഉപ്പപ്പന്മാരായി, അങ്ങനെ തലമുറകളായി എങ്ങനെയാണോ ഇത്രയോളം എത്തിയത്, അതൊന്നും കുടുംബം വേണ്ട എന്നുള്ള സങ്കല്പത്തിലൂടെയല്ല, പകരം കുടുംബ വ്യവസ്ഥയിലൂടെയാണ്. എന്നാൽ അത് പാടില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് ഉത്ബോധനം ചെയ്യുന്നതിന് വേണ്ടിയോ ആണ് നാം ഇത്തരത്തിലുള്ള കുടുംബത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി അതിനുള്ള ഭൂമിക ഒരുക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ കുടുംബം വേണ്ട എന്ന് പറയുന്നവർ, അവർ കുടുംബം മാത്രമല്ല വേണ്ട എന്ന് പറയുന്നത്, അവർ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും എന്തെല്ലാം കാര്യങ്ങൾ നിയമം കൊണ്ടായാലും അതല്ല വ്യക്തിപരമായാലും സാമൂഹികപരമായാലും സാമുദായികപരമായാലും വേണ്ട എന്ന് കരുതുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് അതൊന്നും വരരുത്, നമ്മുടെ കുട്ടികളിലേക്ക് അതൊന്നും വരരുത്, ഉദാഹരണം മദ്യമാവട്ടെ, മയക്കുമരുന്നാവട്ടെ, മറ്റു തരത്തിലുള്ള അനാശസ്യങ്ങളാവട്ടെ, ഒന്നും തന്നെ കടന്നു വരരുത് എന്ന് ചിന്തിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം, മയക്കുമരുന്നടക്കമുള്ള, കഞ്ചാവടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം വേണ്ടതാണ്, അതെല്ലാം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗപ്രവേശനം ചെയ്യുന്നത്. അത് ഹോമോസെക്ഷൻ ആണെങ്കിലും, സ്വവർഗരതി, അതല്ലെങ്കിൽ അതേപോലുള്ള നാം എന്തെല്ലാം അത് പാടില്ല, ചെയ്യണ്ട എന്ന് കരുതുന്നു, അവിടേക്കെല്ലാം കുട്ടികളുടെ മനസ്സിനെ അല്ലെങ്കിൽ മുതിർന്നവരുടെ മനസ്സിനെ തന്നെ കൊണ്ടു നിർത്തിക്കുകയാണ്. അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളാണെങ്കിലും അവരുടെ പ്രചോദനങ്ങളാണെങ്കിലും സംസാരങ്ങളെല്ലാം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി സംഘടനകളും അസോസിയേഷനുകളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത നമ്മുടെ മക്കൾ അതാണ് ശരി എന്നെത്തിച്ചേരുകയും അതിന് കൊടിപിടിക്കാൻ, അതിന് സപ്പോർട്ട് ചെയ്യാൻ അവർ തയ്യാറാവുകയാണ്.
ആ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് മാനസികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കർമ്മപരമായിട്ടാണെങ്കിലും ആ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട, കുടുംബമായി ജീവിക്കാൻ ഞങ്ങളില്ല എന്നുള്ളതെത്തുന്നത്. എന്നാൽ ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം വേണ്ട എന്ന് പറയുന്നത്? വേണ്ട എന്ന് പറയുന്നവർക്കൊന്നും അറിയില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് അവർക്കറിയില്ല. അവർ ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളെ, അവരുടെ ഗാർഡിയൻസിനെ കണ്ടിട്ട്, അവരുടെ രക്ഷിതാക്കളെ കണ്ടിട്ട് ഇതൊക്കെയല്ലേ കുടുംബം, ഇതിനൊക്കെയല്ലേ കുടുംബം ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെയല്ലേ വിവാഹം കഴിക്കുന്നത് എന്ന് തോന്നിയിരിക്കാം. അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള ജീവിതം രക്ഷിതാക്കളും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ വീട്ടിൽ എങ്ങനെയാണ് അവരുടെ രക്ഷിതാക്കൾ ജീവിക്കുന്നതായി കാണുന്നത്, സന്തോഷത്തോടെയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ജീവിതം എനിക്കും കിട്ടണമല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ആഗ്രഹിക്കും. കാരണം സന്തോഷം കാണുമ്പോൾ നമ്മൾ ആ സന്തോഷത്തെ ആഗ്രഹിക്കുമല്ലോ, സ്വാഭാവികമാണ്. എന്നാൽ കുടുംബത്തിലുണ്ടാകുന്നത് സന്തോഷത്തിന് പകരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അടിപിടികളും ഇങ്ങനെ തുടങ്ങി ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ സന്തോഷവും സമാധാനവും തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കണ്ട് പേടിച്ച, അതിനെ കണ്ട് പ്രയാസപ്പെടുന്ന മക്കൾ അവർ വളർന്നു വരുമ്പോൾ ഇല്ല, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, ഞങ്ങൾക്ക് കുടുംബജീവിതം വേണ്ട, കാരണം ഞങ്ങൾ കണ്ട കുടുംബജീവിതം, ഞങ്ങൾ കണ്ട വിവാഹം, ഞങ്ങൾ കണ്ട വിവാഹ ജീവിതം, ഞങ്ങൾ കണ്ട ദാമ്പത്യ ജീവിതം ഇതല്ലേ, ഇതൊക്കെയല്ലേ ഉള്ളത്, ഇതിനൊക്കെയല്ലേ വിവാഹം കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വേണ്ട എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കൾ എന്ന് പറഞ്ഞിട്ട് നാം അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ കണ്ണീരൊഴുക്കുകയോ ചെയ്യുമ്പോൾ അതിന് മുന്നേ നാം ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് എന്താണ് വീഴ്ച. നമ്മുടെ വീഴ്ചയെ തിരുത്താൻ നാം തയ്യാറാവണം. നമ്മുടെ വീഴ്ചയെ നാം തിരുത്താതെ മക്കൾ ചെയ്യുന്നത് ശരിയല്ല, മക്കൾ ചിന്തിക്കുന്നത് ശരിയല്ല, മക്കൾ ചിന്തിക്കുന്ന രീതി അല്ല ശരിയായ രീതി എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം രണ്ട് ഭാഗവും ശരിയാവേണ്ടതുണ്ട്. രണ്ട് ഭാഗമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം മക്കളുടെ ഭാഗമാണ്, ഒരു ഭാഗം രക്ഷിതാക്കളുടെ ഭാഗമാണ്. ഈ രണ്ട് ഭാഗവും ശരിയാവേണ്ടതുണ്ട്. ഇവിടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഘടനകളുടെയും ആളുകൾ, ഇത് പ്രാസംഗികരാണെങ്കിലും അവരുടെ പ്രവർത്തകരാണെങ്കിലും അവരുടെ സംഘടന അണികളാണെങ്കിലും ഒക്കെ തന്നെ യുക്തിചിന്തയിലേക്ക്, യുക്തിവാദം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വതന്ത്ര ചിന്തയിലേക്ക് കുട്ടികളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ആ പ്രായം, അവർ അത്തരത്തിലുള്ള സ്വതന്ത്രമായ ചിന്ത, സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ ഇത്തരത്തിലുള്ളൊരു ചിന്തയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ ആഗ്രഹത്തിന് വിഘ്നമായിക്കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മതബോധം തന്നെയാണ് അവിടെ കൊടുക്കാനുള്ളത്. അവർക്ക് ശരിക്കും നാം അവരുടെ മനസ്സിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ അതിന് തന്നെ നാം തയ്യാറെടുപ്പിക്കുകയും ചെയ്യണം. അതിന് വീട്ടിൽ നിന്ന് തന്നെ അവരുടെ രക്ഷിതാക്കൾ ആ ജീവിതം നല്ല രീതിയിൽ അവർക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ജീവിതം യാഥാർത്ഥ്യമായി അവർ കാണിക്കണം. അവരെ കാണിക്കാൻ വേണ്ടി അഭിനയിച്ച് കാണിക്കുകയല്ല. കാരണം ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നത് സന്താനങ്ങളാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തോടെ നമുക്ക് ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ ലഭിക്കുകയാണ്. ഒരാൾ വിവാഹം കഴിക്കുന്നതോടെ ഇല്ലാത്ത കുറേ നല്ല ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത്. അളിയൻ, അമ്മസൻ, ഭാര്യയുടെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ, അവരുടെ കുറേ കുടുംബങ്ങൾ, അങ്ങനെ തുടങ്ങി കുറേ നല്ല ബന്ധങ്ങൾ വിവാഹത്തോടെ തന്നെ ഉണ്ടാകുന്നു. തുടർന്ന് കുട്ടികളുണ്ടാകുമ്പോൾ അതിലൂടെ നമുക്കുണ്ടാകുന്നത് സ്വന്തം രക്തത്തിലെ മറ്റു ബന്ധങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നാം വിവാഹം കഴിക്കുക എന്നുള്ളത് നല്ലൊരു കുടുംബ ബന്ധം, നല്ലൊരു കുറേ കെട്ടുറപ്പുള്ള കുറേ ആളുകളെ നമുക്ക് ഉണ്ടാക്കി തീർക്കുക കൂടെയാണ്. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ.
പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ അള്ളാഹു പറയുകയാണ്, വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അസ്വാജ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് അവനിൽ തന്നെ അവൻ്റെ ഇണയെയും സൃഷ്ടിച്ചു എന്നുള്ളത്. ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് സമാധാനമടകാൻ വേണ്ടി, ഭാര്യ ഭർത്താവിലേക്കും ഭർത്താവ് ഭാര്യയിലേക്കും സമാധാനമടകാൻ വേണ്ടി. വജഅല ബൈനക്കും, അവർക്കിടയിൽ ഉണ്ടാക്കി. മവദ്ദത്തം വറഹ്മ, പ്രേമവും അഥവാ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, എവിടെ കിടന്നൊരു ഒരു പുരുഷൻ, എവിടെ കിടന്നൊരു സ്ത്രീ, അവർ തമ്മിൽ യോജിക്കുകയാണ്. എന്നിട്ട് അവർക്കുള്ളതെല്ലാം പരസ്പരം അവർ കൈമാറുകയാണ്. ശരീരമാണെങ്കിലും സമ്പത്താണെങ്കിലും അവൻ്റെ അധ്വാനം മുഴുവനും, അവളുടെ അധ്വാനങ്ങൾ പലതും അവന് വേണ്ടി അവൾക്ക് വേണ്ടി അവർ സമർപ്പിക്കുകയാണ്. അങ്ങനെ കാരുണ്യത്തോടു കൂടിയുള്ള ഒരു പ്രേമത്തോടെ അവർ ജീവിക്കുകയാണ്. അത് വളരെ വലിയ ദൃഷ്ടാന്തം തന്നെയാണ്. അത്തരത്തിലുള്ള ജീവിതത്തിൽ സമാധാനമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്തരത്തിലുള്ള ജീവിതത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ഒരു മനുഷ്യന് ഉപയുക്തമാവും തരത്തിലുള്ള വിവാഹം, ആ വിവാഹ ബന്ധം തന്നെ വേണ്ട എന്ന് പറയുന്ന കുട്ടികൾ, ആ കുട്ടികളിലേക്ക് നാം വളരെ സന്തോഷത്തോടെയുള്ള നമ്മുടെ വീട്ടിലെ ജീവിതം നമുക്ക് കാണിക്കണം. അവർ അത് കണ്ട് മനസ്സിലാക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടെയുള്ള സംസാരം, നമ്മൾ അവരെ ഏതെല്ലാം തരത്തിലുള്ള ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും സ്നേഹിക്കുന്നത് യാഥാർത്ഥ്യമായിക്കൊണ്ട്, അത് നമ്മുടെ കുട്ടികൾ യാഥാർത്ഥ്യമായിട്ട് കാണേണ്ട കാര്യങ്ങളെല്ലാം കാണുമ്പോൾ, കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടത് തന്നെയാണ്. അത് നാം ആരെയും സാധാരണ കാണിക്കാറില്ല. അതല്ലാതെ കുട്ടികൾ കണ്ട് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളെല്ലാം അവർ ഈ മാതാപിതാക്കളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ളൊരു നല്ല ജീവിതം എനിക്കും വേണം, ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ എനിക്കും വേണം എന്നുള്ളിടത്ത് കുട്ടികൾ എത്തിച്ചേരുകയാണ്. അങ്ങനെയാണ് ഞാനും വിവാഹത്തിന് തയ്യാറാണ്, അല്ലെങ്കിൽ എനിക്കും വിവാഹം വേണം എന്ന് ആ ഒരു വിവാഹപ്രായം എത്തുമ്പോൾ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ വിവാഹബന്ധം വേർപ്പെടുത്താവുന്ന തരത്തിലുള്ളൊരു വിവാഹമാണ് ഇപ്പോൾ പലരും സങ്കല്പിക്കുന്നത്. അഥവാ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന പോലെ. അത് വിവാഹമല്ല. അതവർ 1, 2, 3 വർഷത്തേക്ക് ഒരു കരാർ എഴുതിയിട്ട് അവർ കൂടെ ജീവിക്കുന്നു, പിന്നെ അത് ഒഴിവാക്കുന്നു. അപ്പോൾ അവിടെ സ്നേഹബന്ധം എന്നുള്ളത് മുളച്ചു വരുന്ന പോലുമില്ല, അല്പം പോലുമില്ല. കാരണം അവിടെ സ്നേഹബന്ധം തുടങ്ങി വെക്കുന്നില്ല. അവരുടെ തുടക്കത്തിൽ തന്നെ അവർ ടൈം എഴുതുകയാണ്, കാലാവധി എഴുതുകയാണ്. ഇത്ര വർഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, പിന്നെ നമുക്ക് പിരിയാം എന്ന്. ഇവിടെ എന്ത് സ്നേഹമാണ് ഉണ്ടാവുന്നത്? തുടക്കത്തിൽ തന്നെ സ്നേഹം ഉണ്ടാവുന്നില്ല, പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്താഗതികളല്ല ശരിയെന്നും, അതെല്ലാം ചില ദുഷ്ടചിന്തകരുടെ ചിന്തയിൽ ഉദിക്കുന്നതാണെന്നും, അതൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും, അതൊന്നും ദീനിയായിട്ട് അതിലേക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നും, അതെല്ലാം അത്തരത്തിലുള്ള ജീവിതമെല്ലാം വ്യഭിചാരത്തിലാണ് എത്തിച്ചേരുന്നത്. നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, വ്യഭിചാരം അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മ്ലേച്ഛമായ മോശമായ വഴിയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിവാഹം കഴിക്കാതെയുള്ള വിവാഹിതര ജീവിതം, ലിവിങ് ടുഗദർ, അതല്ലെങ്കിൽ അതുപോലെ വെറുതെ അങ്ങ് ജീവിച്ച് പോവുക, ഇതൊന്നും നമുക്ക് നല്ലൊരു കൾച്ചറല്ല, നല്ലൊരു രീതിയല്ല. അത് ദീനിന് ഒരിക്കലും യോജിച്ചതല്ല. അത് നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാത്രമേ വരുത്തൂ. അത് പാരത്രിക ജീവിതത്തിൽ നമുക്ക് വളരെ വലിയ നഷ്ടങ്ങൾ പെട്ടുപോകാനുള്ള എല്ലാ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച് വിവാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഉള്ള വിവാഹബന്ധത്തിലൂടെ അവർ തലമുറകളായി ജീവിച്ച് തലമുറകളായി കൈമാറിക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള കുടുംബജീവിതവും ബന്ധവുമാണ് ഉണ്ടാക്കി തീർക്കേണ്ടത്. അതിനാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അതല്ല എനിക്ക് ജീവിതത്തിൽ വിവാഹം വേണ്ട, എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ള ചിന്ത, അതൊന്നും നമുക്ക് അത് ഭൂഷണമല്ല. നല്ല ചിന്തകൾ നമ്മുടെ മക്കളിൽ ഉണ്ടാവട്ടെ എന്ന് അതിനുപയുക്തമായ തരത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അഥവാ രക്ഷിതാക്കളിലും അത്തരത്തിലുള്ള നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നല്ല സ്വഭാവ രീതിയും വീട്ടിനകത്ത് കാഴ്ചവെക്കാൻ ഭാര്യയ്ക്കും ഭർത്താവിനും അഥവാ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കഴിയട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.